മണിപ്പൂരിന്റെ തലസ്ഥാന നഗരമായ ഇംഫാലിൽ നിന്ന് 48 കിലോമീറ്റർ അകലെ 40 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കേബിൾ ലാംജായോ ദേശീയ ഉദ്യാനം ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയ ഉദ്യാനമാണ്. മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിലാണ് കേബിൾ ലാംജായോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ലോക്താക് തടാകത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്താക് തടാകത്തിലാണ് ഈ ഒഴുകുന്ന ദേശീയ ഉദ്യാനമുള്ളത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കേബിൾ ലാംജായോ നാഷണൽ പാർക്ക് ലോകത്തിലെ തന്നെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് വന്യജീവി സങ്കേതമാണ്. ജൈവ അവശിഷ്ടത്തിൽ പേര് കേട്ടതാണ് ഈ തുരുത്ത്. തടാകത്തിന്റെ ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ചത്തതും നശിച്ചുകൊണ്ടിരിക്കുന്നതുമായ സസ്യജാലങ്ങളുടെ പരവതാനിയാണ് ഫാൻഡിസ്. ഇതിന്റെ 5-1 ഉപരിതലത്തിന് മുകളിലാണ്. ഈ ഫാൻഡിസുകളിൽ ഉയരമുള്ള വള്ളികളും പുല്ലുകളും വളരുന്നു. ഇവ പലപ്പോഴും 15 അടി വരെ ഉയരത്തിൽ വളരുന്നവയാണ്. അവയുടെ വേരുകൾ തടാകത്തിന്റെ അടിത്തട്ടിലെത്തി ആവശ്യമായ പോഷകം വലിച്ചെടുക്കുന്നു. മഴക്കാലത്ത് അവ വീണ്ടും വളരുന്നു. ഏകദേശം 400 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ കിടക്കുന്ന ഈ ഒഴുകുന്ന ദേശീയ ഉദ്യാനത്തിൽ കുടിലുകെട്ടി ജീവിക്കുന്ന ആളുകളുമുണ്ട്. ഈ തടാകത്തിൽ ചെറിയ കുടിലുകൾ താമസിക്കുന്ന 4000 മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമുള്ള ഏക ഉപജീവന മാർഗമാണ് ഈ തടാകം. ഈ നാഷണൽ പാർക്കിന്റെ മറ്റൊരു സവിശേഷത വംശനാശ ഭീഷണി നേരിടുന്ന സംഘായി മാനുകളുടെ ഏക വാസസ്ഥലമാണിവിടം. ഇന്ന് ഈ തുരുത്തുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഘായിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയാകുന്നു. സസ്യജാലങ്ങൾ ഈ ജൈവ പരവതാനിയിൽ കുടിയേറുന്നതും പാർക്ക് പ്രദേശത്ത് അതിക്രമിച്ച ആളുകൾ കൃഷി നടത്തുന്നതും അനധികൃത മത്സ്യബന്ധനം തുടങ്ങിയ കാരണങ്ങളാലാണ് ഈ തുരുത്ത് നശിക്കാൻ കാരണം. വരണ്ട കാലാവസ്ഥയിൽ ഏകദേശം 240 ചതുരശ്ര കിലോമീറ്ററോളം പരന്നു കിടക്കുന്നതാണ് തടാകം. എന്നിരുന്നാലും 1980കളിൽ ഇതായി ഹൈഡ്രോ പവർ അണക്കെട്ടിന്റെ നിർമ്മാണത്തോടെ ഈ പ്രകൃതിദത്തമായ പ്രകൃതി തടസ്സപ്പെടുകയാണ്. തടാകത്തിന്റെ ജലനിരപ്പ് വർഷം മുഴുവൻ ഉയർന്ന നിലയിലാണ്. ഇത് ജലത്തിനടിയിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ തടസ്സമാകുന്നു. മാനുകളുടെ ഭാരം താങ്ങാൻ പറ്റുന്ന അത്ര കട്ടിയുള്ളതായി വളരുവാനും ഇവിടുത്തെ പച്ച പുല്ലുകൾക്ക് ഇതുമൂലം സാധിക്കാതെ വരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഇവ ഇല്ലാതാകുന്നു. മണിപ്പൂരിലെ മെയ്തി ജനത തടാകത്തെ തങ്ങളുടെ അമ്മയായി കണക്കാക്കുന്നു, ജീവൻ നൽകുന്നവളായി ആരാധിക്കുന്നു. 2017 സ്ഥാപിതമായ ഇന്ത്യയുടെ ഏക ഫ്ലോട്ടിംഗ് പ്രാഥമിക വിദ്യാലയവും ഉണ്ട് ഇതിനുള്ളിൽ. വംശനാശ ഭീഷണി നേരിടുന്ന സംഘായി മാനിനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തുരുത്തിനെ ഒരു ദേശീയ ഉദ്യാനമാക്കി മാറ്റിയത്.